ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരുപാട് സിനിമാ പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട ഒരു വീക്കാണ് ഈ ആഴ്ച വരുന്നത്. കാരണം അത് നോക്കണ ഒരുപാട് സിനിമകളാണ് ഇന്നിതാ സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് എത്തുന്നത്. മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നും കന്നഡ എന്നൊക്കെ എല്ലാ ഭാഷകളിലെ ഹിറ്റ് സിനിമകൾ അല്ലെങ്കിൽ പ്രമുഖ താരങ്ങളുടെ ചിത്രങ്ങൾ തന്നെയാണ് ആ ഒരു OTT വഴി എത്താൻ പോകുന്നത്. ആ ഒരു ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജൂൺ 5-ാം തീയതി ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് എത്തിയിരിക്കുന്ന ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചിത്രം തമിഴിൽ നിന്നുള്ള ചിത്രമാണ് 29 എന്ന് പറയുന്ന സിനിമയാണ്. വിധു, പ്രീതി അസ്രാണി തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി രത്നകുമാർ അണിയിച്ചൊരുക്കി മെയ് മാസം 8-ാം തീയതി തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ഇപ്പോൾ ആ ചിത്രം നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് മുതൽ ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ചിത്രം നോക്കുകയാണെങ്കിൽ കന്നഡയിലെ ഒരു വമ്പൻ ചിത്രമായിരുന്നു. KD ദി ഡബിൾ എന്ന് പറയുന്ന ഏറ്റവും പുതിയ കന്നഡ ചിത്രമായിരുന്നു. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ധ്രുവ സർജി ആയിരുന്നു. അതോടൊപ്പം തന്നെ സഞ്ജയ് ദത്ത്, ശില്പ ഷെട്ടി, രശ്മ നൈത, രമേശ് അരവിന്ദ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് പ്രേമായിരുന്നു. വലിയൊരു ബഡ്ജറ്റ് ഒരുങ്ങിയ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു പോവുകയായിരുന്നു. ഇപ്പോൾ ആ ചിത്രം OTT പ്ലാറ്റ്ഫോമായിട്ടുള്ള Free5 എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് മുതൽ ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ചിത്രം നോക്കുകയാണെങ്കിൽ തമിഴിൽ നിന്നുള്ള ചിത്രമാണ്. സട്ടന്ത് മാരുത മാന്യത എന്ന് പറയുന്ന ജയ് കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം. ഇത് ജയ്, യോഗി ബാബു, മീനാക്ഷി ഗോവിന്ദരാജൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ബാബു വിജയ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും സ്വന്തമാക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ്, സിംപ്ലി സൗത്ത് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോം വഴി ഇന്നത്തെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയാളത്തിലെ എക്കാലത്തെ വലിയ കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നില്ല പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ. ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചില്ല. ലാലേട്ടൻ, മമ്മൂട്ടി കൂട്ടുകെട്ടിൽ ഒന്നിച്ച ചിത്രം മഹേഷ് നാരായണനായിരുന്നു ഡയറക്ട് ചെയ്തത്. ആദ്യം വലിയ കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം പിന്നീട് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു പോവുകയായിരുന്നു. ഇപ്പോഴത്തെ C5 OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഇന്നത്തെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദിയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയമായിട്ട് മാറിയ ദുരന്തർ 2 ദി റിവെഞ്ച് എന്ന് പറയുന്ന സിനിമ ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 1800 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രത്തിൽ രൺവീർ സിംഗിനെ കേന്ദ്ര കഥാപാത്രമാക്കി ആദിത്യ ധറായിരുന്നു ഈ സിനിമ ഡയറക്ട് ചെയ്തത്. എന്തൊക്കെയാണ് ചിത്രം? ഈ ചിത്രത്തിന്റെ മലയാളം പതിപ്പടക്കം ഇപ്പോൾ നമുക്ക് ഹോട്ട്സ്റ്റാർ വഴി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ഈ ആഴ്ച OTT വഴി റിലീസ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങളിൽ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.